ഞാനാ കംപ്ലൈന്റ് ചെയ്തത്. നിങ്ങളാണോ തിരുടിയത്? അല്ല, അയ്യോ അല്ല സാർ, അല്ല സ്വാമി, തിരുടിയത് ഇവരല്ല, അത് തിരുടர்கள். റിപ്പോർട്ട് പണിയത് ഇവര്. அப்படியா? സാറല്ല, സ്വാമി. സ്വാമി சார். அது சுவாமி. ஆமா, நம்ம வந்த டாக்ஸி திருச்சோ. டாக்ஸில வந்து நம்ம நேத்துக்கு தானே, இன்னைக்கு வந்து கவர்மெண்ட் வண்டியில தானே. அது அங்க வெயிட் பண்றது. இங்க வேலை முடிஞ்ச அடுத்த வில்லேஜுக்கு போக வேண்டாமா? அது தேவைதானே? வெயிட் பண்ணட்டும். சர்க்கார் வண்டி தானே, வெயிட் பண்ணட்டும். ஆமா, உங்க பேர் என்ன? பத்மாவதி. பத்மாவதி. பியூட்டிஃபுல் நேம், பியூட்டி. அந்த மில்க் பவுடருடைய ஸ்டாக் எடு. சுவாமி, நமக்கு இதுல നോട്ടുണ്ട്. ഞാൻ പറയുന്ന അക്ഷരം പ്രതി അനുസരിച്ചില്ലെങ്കിൽ നിന്റെ ഓരോരോ അവയവവും പ്രത്യേകം പ്രത്യേകം വെട്ടിയെടുത്ത് പ്രത്യേകം പ്രത്യേകം ചാക്കുകളിൽ കെട്ടി പ്രത്യേകം പ്രത്യേകം രാജ്യങ്ങളിലേക്ക് അയക്കുന്നതാണ്. ഇതാ സ്വാമി. എത്ര കുട്ടികൾ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാനോ അതല്ല, എത്ര കുട്ടികൾക്ക് ഈ സെന്ററിൽ പാൽ കൊടുക്കുന്നുണ്ട്? 65. 65 കുട്ടികൾക്കും പാൽ കൊടുക്കുന്നുണ്ടോ? അതിൽ പകുതിയും അറ്റൻഡർ പാറക്കുട്ടി മോഷ്ടിക്കുന്നുണ്ട്. പാറക്കുട്ടിയോ? മോട്ടിക്കും. അവൻ കള്ളിയാണ്. ഒരു കാര്യം ചെയ്യൂ, ആ പാറക്കുട്ടിയെ ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ. വിളിക്കൂ. എടാ, പാറക്കുട്ടി കള്ളിയാണ്, മോട്ടിക്കല്ലേടാ. പാറക്കുട്ടി എന്റെ തറവാട്ട് കയറി മോട്ടിച്ചിട്ടുണ്ടാ. എടാ, ഇത് പറയാനാണോ ഞാൻ നിന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അവിടെ മോട്ടിക്കില്ല എന്ന് പറയാനല്ലേ നിന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അല്ലേ അല്ലേ? നീ എവിടെ പോകുന്നു? എന്റെ സാമിക്കളെ നിന്നോട്. അയ്യോ പൊന്നു സാമി, എന്ത് സ്വഭാവം അറിയാമോ? കുളിക്കൂല. ഇതാ വന്നു പാറക്കുട്ടി. നമസ്കാരം. இந்த பாറുக்குட்டியா? ஐயோ, ഞാൻ വിചാരിച്ചു മറ്റേ പാറുക്കുട്ടിയായിരിക്കുമെന്ന്. ഈ പാറുക്കുട്ടി அந்த மாதிரி തപ്പൊന്നും ചെയ്യില്ല. ഇങ്ങോട്ട് പറഞ്ഞിക്ക. ഇതുപോലുള്ള തപ്പായ റിപ്പോർട്ടുകൾ മേലിൽ എഴുതി അയച്ചാൽ നിങ്ങളുടെ ജോലി തന്നെ പോകും. നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്ത് കളയും. മനസ്സിലായോ? അല്ല, ഞാനും കേൾക്കണം. നീങ്ക എന്നെ നിனைச்சா? അല്ല, മലയാളാണ്. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ച്? ഗവൺമെന്റ് ഓഫീസാണെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമുള്ളത് അങ്ങോട്ട് എഴുതി അയക്കുക? അതും ആർക്കെങ്കിലും പേരില്? എന്താ മതിയോ? സ്വാമി പോലാമാ, നിങ്ങൾ വളരെ ജാഗ്രതയായിരിക്കണം. വളരെ സൂക്ഷിച്ച് പെരുമാറണം. മനസ്സിലായില്ലേ? ഈ സൈക്കിൾ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഇന്ന് സൈക്കിൾ, നാളെ കാർ, മറ്റന്നാൾ പ്ലെയിൻ. അങ്ങനെ പുരോഗമിക്കാൻ പോവുകയാണ്. വല്ല കള്ളക്കടത്ത് ബിസിനസ്സും തുടങ്ങിയിരിക്കും. പറ്റിയ ഒരു പങ്കാളിയെ കിട്ടിയിട്ടുണ്ട്. എന്താ, തയ്യാറാണോ? അങ്ങനെ കുറുക്ക് വഴിയിലൂടെ പണക്കാരനാകണ്ട, അധ്വാനിച്ച് വേണം സമ്പാദിക്കാൻ. കയറിക്കോ, വീട്ടിൽ വിട്ടേക്കാം. അയ്യോ, എനിക്ക് പേടിയാ. ഞാൻ വീണാലും പത്മ വീഴാൻ നോക്കിക്കൊള്ളാം. ഞാൻ വീണാലും സാരമില്ല, എങ്ങനെയെങ്കിലും തൊലഞ്ഞാ മതി. അത്രയ്ക്കങ്ങ് മടുത്തോ? എല്ലാം കൊണ്ടും മതിയായി ചേട്ടാ. കാമുകിമാർക്ക് ഒരിക്കലും നിരാശ പാടില്ല. ഇന്നലെ വീട്ടിൽ വലിയ വഴക്കായിരുന്നു. പ്രശ്നം നമ്മളായിരിക്കും. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണരുതെന്നാണ് അമ്മയുടെ താക്കീത്. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കാതിരിക്കുമോ പത്മം? ചില കാര്യങ്ങൾ വിശദമായി സംസാരിക്കാനുണ്ട്. വേഗം പറ. ഇവിടെ വെച്ചോ? പിന്നെ ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവമാണ്. പത്മ പോകുന്നില്ലേ? മനസ്സിന് സുഖമുള്ളവരല്ലേ ഉത്സവം കാണാൻ പോകുന്നത്? അപ്പോ ഇന്ന് രാത്രി 7 അർത്ഥം. ഞാൻ വരട്ടെ? അപകടമല്ലേ? ഞാൻ എത്തിയിരിക്കും. വീടറിയാമല്ലോ. പുറത്തുനിന്നേ കണ്ടിട്ടുള്ളൂ. അകത്തെ സ്ഥിതി അവിടെ വന്നിട്ട് അറിഞ്ഞാ മതി. നീയാണോ പുതിയ ഗ്രാമസേവിക? എന്താ?
ആള് മോശമില്ലല്ലോ, താങ്ക്സ്. കണ്ടാലും കൊള്ളാം. ഏ? ഉറങ്ങിപ്പോയി ചേട്ടാ. വന്നിട്ട് അധിക സമയമായോ? വരൂ. എന്താ ഇങ്ങനെ? അതാണ് എനിക്കും അറിയേണ്ടത്. അയ്യോ പതുക്കെ, ആരെങ്കിലും കേൾക്കും. ഇനി ഇതിൽ രഹസ്യത്തിന്റെ പ്രശ്നമില്ല. എന്താണ് ഈ പറയുന്നത്? നിനക്കൊന്നും അറിയില്ലല്ലേ? പുറത്ത് നിൽക്കുന്നത് അപകടമാണ്. വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കിടന്നവന്റെ ചൂടും മണവും മാറട്ടെ. ചേട്ടാ, ആ രഘു എന്തിനോട് വന്നു? ഏത് രഘു? ശേഖരൻ മുതലാളിയുടെ മകൻ രഘു. ഇവിടെ ഇറങ്ങിപ്പോണോ ഞാൻ നേരിൽ കണ്ടതാണ്. ഓഹോ, കാലുമാറാനാണ് ഭാവമെങ്കിൽ കരുതയ്ക്കാതെ പോകുന്നതല്ലേ നല്ലത്. കണ്ണിൽ കണ്ടത് വിശ്വസിക്കരുതെന്നാണ് പറഞ്ഞു വരുന്നത്. എന്ത് കണ്ടെന്നാണ് ഈ പറയുന്നത്? നീ മൗനമായുള്ള ബന്ധം. ചേട്ടാ, എല്ലാവിധ എതിർപ്പുകളെ അതിജീവിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന എന്നെ ഇങ്ങനെ സംശയിക്കരുത്. എന്നെ മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ പിഴച്ചോളാണെന്ന് മാത്രം പറയരുത്. എന്റെ ചേട്ടനത് പറഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിതമില്ല. അവൻ എന്തിനോട് വന്നു? എന്നെ ചതിക്കാൻ, നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ, ഈ ബന്ധം തകർക്കാൻ. എന്റെ ചേട്ടൻ ഇത്ര തൊട്ടാവാടിയാകുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. എനിക്കിതിന്റെ സത്യം അറിയണം. അതെന്റെയും കൂടെ ആവശ്യമില്ല ചേട്ടാ. ദയവായി എന്നെ വിശ്വസിക്കും. ചേട്ടനകത്ത് വരൂ, എല്ലാം ബോധ്യമാകും. നീ ഇവിടെ സ്ത്രീകളെ മാനം മര്യാദയായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ പരീതിന്റെ മകൻ കബീർ. ഓഹോ, നീ വെട്ടണ്ട മോനെ, കാലേക്കുള്ളൂ. ഇല്ല പാപ്പാ, ബാപ്പയെക്കാൾ ബേസായിട്ട് ഞമ്മള് കളിക്കാം. ഞമ്മക്ക് ഇരട്ട ചങ്കാണ്. ഇതാ നോക്കി. നോക്കട്ടെ, പാപ്പ നോക്കട്ടെ. ഈ എലുമ്പനാണോ മോനെ ഇരട്ട ശങ്ക്? എലുമ്പനോ? ശരി ബാ, ബാപ്പയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ബാ, നമുക്ക് കുസ്തി പിടിക്കാം. അപ്പോ നീ ഉമ്മാന്റെ മുലപ്പാലം കൂടെ കുടിച്ചിരുന്നെങ്കില് ഈ ദുനിയാവിന്റെ 4 കാലും വെട്ടിയേനെ മോനെ. ബാപ്പ, നമ്മുടെ ഉമ്മ വെളുത്തിട്ടോ കറുത്തിട്ടോ? അവള് നല്ല മുഞ്ചത്തിയായിരുന്നു മോനെ. അവള് പോയി, മോനെ കാണാതെ കണ്ണടച്ചു. പോട്ടെ പാപ്പ, എനിക്ക് ഉമ്മ വേണ്ട. അല്ലെങ്കിലും മയ്യത്തായ ഉമ്മാനെ ആർക്ക് കിട്ടും? എനിക്കെന്റെ ബാപ്പ മതി. മോനെ, നീ എവിടെയായിരുന്നടാ? നേരം വെളുത്താല് ഇങ്ങനെ നാട് ചുറ്റാതെ ഈ തൂമ്പയെടുത്ത് പറമ്പ് പണിയിടറാ. എനിക്ക് ജോലി കിട്ടി പാപ്പ. അൽഹംദുലില്ലാ. ഇത് വാങ്ങാനാ പോയിരുന്നത്. കബീർക്ക, ആദ്യം ശമ്പളം വാങ്ങുമ്പോ എനിക്കെന്ത് വാങ്ങിത്തരും? മോനൊരു ആനക്കുട്ടിയെ വാങ്ങിച്ചു തരും. അതൊക്കെ കബീർക്ക വാങ്ങിക്കൊണ്ടുവരാം. നീ പോ. എവിടാടാ നിനക്ക് ജോലി? അങ്ങ് കോഴിക്കോട്ടാ, താലൂക്ക് ഓഫീസിലെ ക്ലാർക്ക് പണിയാ. ഏത് പണ്ടാരത്തിലും ആട്ടെ, സർക്കാർ പണിയല്ലേ, നിന്റെ കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ. ഇനി ബാപ്പ ഞങ്ങളുടെ നിക്കാഹിന് സമ്മതിക്കുമോ? എന്താടാ നീ പറഞ്ഞത്? എന്നാ ആദ്യം നിക്കാഹ്, എന്നിട്ട് മതി ജോലി. പോരെ?